ഗുഡ് മോർണിംഗ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയായിരുന്നു. ഒരാളുടെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, ഒരാളുടെ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസോർഡേഴ്സോ ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താനും അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കാനും നമുക്ക് സൈക്കോളജി പഠിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യാനായിട്ട്, കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷനിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സ്ട്രാറ്റജീസിലൂടെ കുട്ടികളുടെ അക്കാഡമിക്കലി നമുക്ക് അവരെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അവർക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് അവർക്ക് അക്കാഡമിക്കലി ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെ അവരുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട്, നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും നമുക്ക് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വർക്ക് പ്ലേസിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ സൈക്കോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ തന്നെ പേഴ്സണലി നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട്, നമ്മളെ പറ്റി തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കാനായിട്ടും, നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ സൈക്കോളജി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചുരുക്കി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കാനും, അങ്ങനെ ഒരു നമ്മുടെ ചുറ്റുമുള്ള ഒരു ലോകത്തില് നമ്മുടെ ചുറ്റുള്ളവരെ അറൗണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും സൈക്കോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്.